ഹലോ പ്രിയരെ, ഞാൻ നിങ്ങളുടെ ജിനു പ്രറ്റി. വെൽക്കം ബാക്ക് ടു ജിനു പ്രറ്റി ഹോം യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മുയലുകളും എൻ്റെ താറാവും കോഴിയും അവരുടെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം ഈ മുയലുകളെന്ന് പറയുന്നത് ഈ പ്രസവത്തിൽ 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഈ 8 പേരെയും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് വലിയ മുയലുകൾ ഒരു 4-5 എണ്ണം വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇങ്ങനെ വളർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയായാലും ഇവരുടെ പാലുകൂടിയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പം പതിയെ ഇങ്ങനെ തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ആരെങ്കിലുമൊക്കെ ചോദിച്ചു വരുമ്പം അവർക്ക് കൊടുക്കും. ഈ കാണുന്ന ടാങ്ക് താറാവിന് കുളിക്കാനായിട്ട് വെള്ളം വിട്ടിരുന്ന ടാങ്കാണ്. അപ്പോഴാണ് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ടുപോയി ഈ ടാങ്കിൽ കൊണ്ടുപോയി ചെറുക്കൻ കൊച്ചു കൊണ്ടുവന്നതായിരുന്നു. അവൻ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ടു. പിന്നെ നോക്കുമ്പോൾ അതുകൊണ്ട് 5-10 എണ്ണത്തിനെ കൊണ്ടുപോയി ഇട്ടു. ഇപ്പോൾ പക്ഷേ ഒരു 100 കൂടുതൽ ഗപ്പിക്കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ശരി ഇന്ന് ക്ലീൻ ചെയ്യാൻ ഓർത്തുകൊണ്ട് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ആ പണി അങ്ങോട്ട് ഏറ്റെടുത്തുനിന്ന്. സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരും കൂടെ അപ്പോൾ ആ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിക്കൂട് തുറക്കുമ്പോഴേ അതിങ്ങനെ ഇറങ്ങി പോരും. കോഴിക്കൂടിൻ്റെ അകത്ത് മുട്ടയിടത്തില്ല. അതിന് ഈ റൂമിൻ്റെ അകത്ത് ഇവർക്ക് തീറ്റ വെച്ചേക്കുന്ന ഈ റൂമിൽ വന്നിട്ട് ഇതിങ്ങനെ അലങ്കോലമാക്കി വെക്കും എല്ലാം. അതിന് നമ്മൾ എന്നാ ചെയ്യണം, ഈ കൊട്ട ഇങ്ങനെ തുറന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു തുണി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് കയറി നിൽക്കും. അപ്പം നമ്മളിങ്ങനെ കൊട്ടയിട്ട് മൂടണം. എന്നാൽ മാത്രമേ മുട്ടയിടത്തുള്ളൂ. ഈ കോഴി എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി താറാം കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി തന്നിട്ടുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി തന്നിട്ടുണ്ട്. നല്ലൊരു കോഴിയാണ്. അപ്പം അതിൻ്റേതായ ഒരു അഹങ്കാരം അവൾക്കുണ്ട്. അവളപ്പം കോഴിക്കൂടിൻ്റെ അകത്ത് മുട്ടയിടത്തില്ല. അവൾക്ക് ഇങ്ങ് പോരണം, എൻ്റെ പുറകെ ഇങ്ങ് പോരും. ഈ വെള്ളത്താറാവ് മറ്റുള്ള താറാവിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. രാവിലെ ഇവൾക്ക് കൂട് തുറന്ന് കൊടുക്കുമ്പം അവളെ നമ്മൾ കുറച്ച് മൈൻഡ് ചെയ്യണം. അവൾക്കൊന്ന് തൂത്ത് തലോടി കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. എന്നാൽ മാത്രമേ അവൾ ഓക്കെ ആയിട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ നടക്കാൻ വിടാതെ നമ്മുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ട് എനിക്ക് അവളോട് മിണ്ടാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവൾ പോകുന്നില്ല, അവളെന്നെ വിടുന്നില്ല. പിന്നെ കുറച്ച് നേരത്തേക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവളങ്ങ് ഓക്കെ ആയിട്ട് പോകും. എപ്പോഴും നമ്മൾ കയറി വന്നാൽ നമ്മുടെ കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് എടുക്കുമോ, ഒന്ന് മടിയിൽ വെക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാലും മതി. അപ്പോൾ അവിടെ ടാങ്ക് ക്ലീനിങ് ഭയങ്കര തകൃതിയായിട്ട് നടക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇവരെല്ലാം അഴിച്ചു വിട്ടു. അപ്പം ഇടയ്ക്ക് അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യുവാണ്. അപ്പോൾ അവന് ചെറുക്കൻ കൊച്ച് അവരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചു വിട്ടു.
ഇപ്പോൾ ഈ മുയൽ കുഞ്ഞുങ്ങൾ തന്നെ വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2.25 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അത് ടെറസിലാണ്. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഇവരെയൊക്കെ വളർത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി പേരെയെല്ലാം വളർത്താൻ പറ്റത്തില്ല. കുറച്ച് കോഴി, കുറച്ച് മുയൽ, താറാവ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത് 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 8 കുഞ്ഞുങ്ങളെ നമുക്ക് സ്ഥലപരിമിതി മൂലം വളർത്താൻ പറ്റത്തില്ല. 2 കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് സങ്കടമാകും. അപ്പോൾ നമുക്കൊരു സങ്കടകരമായ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നല്ല സ്നേഹത്തോടെയൊക്കെ വളർത്തിക്കഴിഞ്ഞ് ഇവരെ നമ്മൾ വിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു കഴിയുമ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പൈസയും വാങ്ങിയൊന്നുമില്ല. ഞാനിങ്ങനെ മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുമ്പോൾ ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ പൈസയൊന്നും വാങ്ങാറില്ല. വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു വിടും, അത്രയേ ഉള്ളൂ. കോഴിക്കും താറാവിൽ നിന്നുമൊക്കെ പൈസ വാങ്ങും. പക്ഷേ മുയൽ കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവരെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആരുടെ കയ്യിൽ നിന്നും പൈസയൊന്നും വാങ്ങത്തില്ല. അപ്പോൾ ഈ മുയൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ കോയമ്പത്തൂരിലൊരു വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം കുറച്ച് നേരം വീട്ടിൽ കൊണ്ടുപോയി ഇരുത്താമെന്നും പറഞ്ഞ് പിള്ളേരെടുത്തുകൊണ്ട് വന്നതാണ് താഴത്തോട്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ഇവരെ നമ്മൾ അവരുടെ കൊടുത്തു വിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ പറയുന്നു.